എല്ലാവർക്കും നമസ്കാരം. 2026-ലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിനിൽക്കുകയാണ്. ഏപ്രിൽ 9-ന് നടക്കുന്ന ഈ വോട്ടെടുപ്പിൽ നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വോട്ടർ ഐ.ഡി. കാർഡ് ആവശ്യമാണ്. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ വോട്ടർ ഐ.ഡി. കാർഡ് ഇല്ലെങ്കിലും വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഒറിജിനൽ ഡിജിറ്റൽ വോട്ടർ ഐ.ഡി. അഥവാ ഇ-എപിക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ സൂക്ഷിക്കുന്നത് വോട്ട് ചെയ്യാനും മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും വളരെ ഉപകാരപ്പെടും. ആദ്യം നിങ്ങളുടെ ബ്രൗസറിൽ voters.eci.gov.in എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം വരുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ മുകളിൽ വലതുവശത്ത് കാണുന്ന സൈൻ അപ്പ് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം താഴെ കാണുന്ന ഡൗൺലോഡ് ഇ-എപിക് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ വോട്ടർ ഐ.ഡി. നമ്പർ നൽകാനുള്ള ഓപ്ഷൻ കാണാം. നിങ്ങളുടെ കയ്യിൽ ഐ.ഡി. കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് നൽകുക. അല്ലെങ്കിൽ പുതിയതായി വോട്ട് ചേർക്കാൻ അപേക്ഷിച്ചവരാണെങ്കിൽ കയ്യിലുള്ള ഫോം റെഫറൻസ് നമ്പർ ഉപയോഗിക്കാം. തുടർന്ന് സംസ്ഥാനം കേരള എന്ന് സെലക്ട് ചെയ്ത് സെർച്ച് ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങളുടെ പേരും മറ്റു വിവരങ്ങളും സ്ക്രീനിൽ തെളിയുന്നത് കാണാം. വിവരങ്ങൾ ശരിയാണെങ്കിൽ താഴെ കാണുന്ന സെൻഡ് ഒ.ടി.പി ക്ലിക്ക് ചെയ്യുക. വോട്ടർ ഐ.ഡിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ.ടി.പി വരുന്നതാണ്. അത് നൽകി വെരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്ന് സെലക്ട് ചെയ്യുന്നതോടെ നിങ്ങളുടെ ഒറിജിനൽ ഡിജിറ്റൽ വോട്ടർ ഐ.ഡി. ഒരു PDF ഫയലായി ഫോണിൽ സേവ് ആകും. ഇത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാനും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാനും സാധിക്കും. 2026 ഏപ്രിൽ 9-ന് നടക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി എല്ലാവരും സ്വന്തം വോട്ടർ ഐ.ഡി. കാർഡുകൾ ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ കരുതുക. ഡിജിറ്റൽ വോട്ടർ ഐ.ഡി. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കണം. മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തവർക്ക് ഇലക്ഷന് മുൻപ് തന്നെ ഫോം 8 വഴി അത് ഓൺലൈനായി ചെയ്യാവുന്നതാണ്. ഈ വിവരം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലുള്ള വാർത്തകൾക്കും അറിവുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.